Testing 1 2 3. Testing 1 2 3. This is Victor Uniform 3 India Zulu Delta. മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കിലോമീറ്ററുകളോളം റേഞ്ച് കിട്ടുന്ന ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന്റെ സർക്യൂട്ടും വർക്കിംഗ് പ്രിൻസിപ്പിളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. ഹാം റേഡിയോ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന റേഡിയോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കുവാനും അത് പരീക്ഷിക്കുവാനും അനുവാദമുള്ളൂ. അല്ലാത്തവർ ഉപയോഗിച്ചാൽ അത് പിടിക്കപ്പെട്ടാൽ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ നിങ്ങൾ നേരിടേണ്ടി വരും. ലൈസൻസ് ഇല്ലാത്തവർ ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയി മാത്രം കാണുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഷോർട്ട് വേവ് റേഡിയോ ട്രാൻസ്മിറ്റർ. BD139 എന്ന ട്രാൻസിസ്റ്ററാണ് ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പഴയ TV ബാലൻസ് കോറിൽ ചുറ്റിയെടുത്ത ഒരു ലോഡിംഗ് കോയിലാണ് ഞാൻ RFC കോയിലായിട്ട് ഉപയോഗിക്കുന്നത്. 14.318 മെഗാഹെർട്സിലുള്ള ഒരു ക്രിസ്റ്റലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടതാണ് ഒരു ഓഡിയോ മൈക്ക് ആംപ്ലിഫയർ. LM386ൻ്റെ ഒരു പവർ ആംപ്ലിഫയറും ട്രാൻസിസ്റ്റർ കൊണ്ടുള്ള ഒരു പ്രീ ആംപ്ലിഫയറുമാണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മെറ്റൽ ബോഡിയിലേക്കാണ് ഞാൻ ഈ ട്രാൻസ്മിറ്റർ അസംബിൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ സ്വിച്ചുകളും വേരിയബിൾ റെസിസ്റ്ററും വേരിയബിൾ കപ്പാസിറ്ററും പിന്നെ ട്രാൻസ്ഫോമറും ഉണ്ട്. പഴയൊരു ടെലിഫോൺ സ്പീക്കറാണ് ഞാൻ മൈക്കായിട്ട് ഉപയോഗിക്കുന്നത്. ടെലിഫോൺ സ്പീക്കർ ഒരു മൂവിംഗ് കോയിൽ മൈക്രോഫോണായി ആക്ട് ചെയ്യുന്നു. ടെലിഫോണിൻ്റെ ഹാൻഡ് കട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് സ്പീക്കർ ഇരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മോഴ്സ് കോഡ് കീ ആണ്. ഈ മോഴ്സ് കോഡ് കീ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഹാം റേഡിയോ ട്രാൻസ്മിറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഈ ട്രാൻസ്മിറ്ററിന് ഉള്ളത്. ഓസിലേറ്റർ, മോഡുലേറ്റർ, ലോ പാസ് ഫിൽട്ടർ, ഇതൊക്കെയാണ് ഈ ട്രാൻസ്മിറ്ററിൻ്റെ ഭാഗങ്ങൾ. ട്രാൻസിസ്റ്റർ ക്രിസ്റ്റൽ ഓസിലേറ്ററാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഈ ഓസിലേറ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽ എന്ന കമ്പോണൻറ്റിൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എത്രയാണോ ആ ഫ്രീക്വൻസിയാണ് ഈ ഓസിലേറ്ററിൽ ഉണ്ടാകുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 14.318 മെഗാഹെർട്സിലുള്ള ക്രിസ്റ്റലാണ്. ഇതിൽ വരുന്ന ബാൻഡ് എന്ന് പറയുന്നത് 20 മീറ്റർ ബാൻഡാണ്. ഹാം റേഡിയോയിൽ 20 മീറ്റർ ബാൻഡിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 14 മെഗാഹെർട്സ് മുതൽ 14.350 മെഗാഹെർട്സ് വരെയാണ്. രണ്ടാമത്തെ ഭാഗമാണ് ലോ പാസ് ഫിൽട്ടർ. ഈ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിലാണ് ഈ ലോ പാസ് ഫിൽട്ടർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഓസിലേറ്ററിൽ 14.35 മെഗാഹെർട്സ് ഫ്രീക്വൻസി മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, ഇതിൻ്റെ മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസും ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു ഓസിലേറ്ററിൽ 14 മെഗാഹെർട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ മൾട്ടിപ്പിളായിട്ടുള്ള 28 മെഗാഹെർട്സും മൂന്നാമത്തെ മൾട്ടിപ്പിളായിട്ടുള്ള 42 മെഗാഹെർട്സും അങ്ങനെ ഇതിൻ്റെ മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് ഉണ്ടാകുന്നുണ്ട്. ഈ റേഡിയോ ഫ്രീക്വൻസീനെ ഹാർമോണിക്സ് എന്നാണ് പറയുന്നത്. ഇതിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ഫ്രീക്വൻസിയായ 14 മെഗാഹെർട്സിനെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ റേഡിയോ സ്പെക്ട്രം ഗ്രാഫാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 14 മെഗാഹെർട്സിനാണ് ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്. അതിൻ്റെ മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസിനൊക്കെ ആംപ്ലിറ്റ്യൂഡ് കുറവാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഹാർമോണിക്സ് ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോ പാസ് ഫിൽട്ടർ ഉപയോഗിക്കുന്നത്. ഈ ലോ പാസ് ഫിൽട്ടറിൻ്റെ കമ്പോണൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 14 മെഗാഹെർട്സ് ഫ്രീക്വൻസീസിനെ കടത്തിവിടാനും അതിൻ്റെ മുകളിലോട്ടുള്ള ഫ്രീക്വൻസികളെ ബ്ലോക്ക് ചെയ്യാനുമാണ്. ഈ റേഡിയോ ട്രാൻസ്മിറ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് മോഡുലേറ്റർ. ഈ ഓസിലേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഒരു കാരിയർ സിഗ്നൽ അല്ലെങ്കിൽ റേഡിയോ സിഗ്നൽ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. ഈ റേഡിയോ സിഗ്നലിലേക്ക് ഒരു ഓഡിയോ സിഗ്നൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡുലേറ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ്. അതായത് ഒരു ഓഡിയോ സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡിന് അനുസരിച്ചുകൊണ്ട് കാരിയർ റേഡിയോ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന വേരിയേഷനാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇവിടെ ഞാൻ മോഡുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു 606 സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്.
909 വോൾട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ പ്രൈമറി കോയിൽ ഈ ട്രാൻസ്മിറ്ററിലേക്കും സെക്കൻഡറി കോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത് മൈക്ക് ആംപ്ലിഫയറിലുമാണ്. ഈ റേഡിയോ ട്രാൻസ്മിറ്ററിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. അപ്പോൾ ആ 12 വോൾട്ടിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിലും വ്യത്യാസമുണ്ടാകും. ഒരു ഓഡിയോ സിഗ്നൽ ഈ മോഡുലേറ്റർ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ കൊടുക്കുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന പ്രോസസ്സ് കാരണം ഇതിൻ്റെ പ്രൈമറി കോയിലിലും ഒരു സിഗ്നൽ ഉണ്ടാകും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട സിഗ്നൽ ഈ ട്രാൻസ്മിറ്ററിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജിൽ വ്യത്യാസമുണ്ടാക്കും. അങ്ങനെ വോൾട്ടേജിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇതിൽ ജനറേറ്റ് ചെയ്യുന്ന റേഡിയോ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിലും വ്യത്യാസമുണ്ടാകും. അങ്ങനെ റേഡിയോ സിഗ്നലിൽ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡിൻ്റെ വ്യത്യാസം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനായിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. വളരെ ദൂരം വച്ചിരിക്കുന്ന ഒരു ഷോർട്ട് വേവ് റേഡിയോ റിസീവറിൽ നമ്മുടെ സൗണ്ട് കേൾക്കുവാനും സാധിക്കും. ഫ്രണ്ട്സ്, ഇതെന്ന് പറയുന്നത് ഒരു AM മോഡുലേറ്ററിൻ്റെ വെർച്വൽ സിമുലേഷനാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ആണ്. ഓസിലേറ്ററും മോഡുലേറ്ററും അടങ്ങിയിട്ടുള്ള സർക്യൂട്ടാണ് ഇതിനകത്ത് ഉള്ളത്. ഫ്രണ്ട്സ്, ഇതാണ് ഈ ട്രാൻസ്മിറ്ററിൽ ഉപയോഗിക്കുന്ന മൈക്ക് ഓഡിയോ ആംപ്ലിഫയർ. BC 547 NPN ട്രാൻസിസ്റ്റർ കൊണ്ടുള്ള ഒരു പ്രീ ആംപ്ലിഫയറും LM386 IC ഉപയോഗിച്ചിട്ടുള്ള ഒരു പവർ ആംപ്ലിഫയറുമാണ് ഇതിൽ ഉള്ളത്. ടെലിഫോൺ സ്പീക്കറാണ് ഇതിൽ ഞാൻ മൈക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തേക്കുന്നത് മോഡുലേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിലേക്കാണ്. ഫ്രണ്ട്സ്, ഈ സർക്യൂട്ട് അനുസരിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ഞാൻ ഈ ബോക്സിലേക്ക് അസംബിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഓഡിയോ ആംപ്ലിഫയറിനും ട്രാൻസ്മിറ്ററിനും 2 സെപ്പറേറ്റ് 9 വോൾട്ട് ബാറ്ററിയാണ് ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ ട്രാൻസ്മിറ്റർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ക്രിസ്റ്റൽ റേഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വയർ ആൻറ്റിനയാണ് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വയർ ആൻറ്റിന ഞാൻ കൊടുക്കുന്നത്. ഈ ട്രാൻസ്മിറ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്പീക്കറിലേക്ക് നമുക്ക് സംസാരിച്ചുകൊണ്ട് ഇതിൽ ട്രാൻസ്മിഷൻ നടത്താവുന്നതാണ്. സംസാരിക്കുന്നതിന് മുമ്പ് ഇതിലെ പുഷ് ടു ടോക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വേണം സംസാരിക്കാൻ. Victor Uniform 3 India Zulu Delta. Victor Uniform 3 India Zulu Delta. This is a test signal. Over. Testing 1 2 3. Testing 1 2 3. This is Victor Uniform 3 India Zulu Delta. Victor Uniform 3 India Zulu Delta. This is a test signal. Over. Testing 1 2 3. Testing 1 2 3. This is Victor Uniform 3 India Zulu Delta. Victor Uniform 3 India Zulu Delta. This is a test signal. Over. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഈ റേഡിയോ ട്രാൻസ്മിറ്ററിന് കിലോമീറ്ററുകളോളം റേഞ്ച് കിട്ടുമെന്ന്. അങ്ങനെ റേഞ്ച് കിട്ടണമെങ്കിൽ 2 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ അന്തരീക്ഷം. അന്തരീക്ഷം ക്ലിയർ ആയിരുന്നാൽ മാത്രമേ ഈ റേഡിയോ സിഗ്നലുകൾ സഞ്ചരിക്കുകയുള്ളൂ. ഈ അന്തരീക്ഷത്തിൽ മഴയോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയോ നല്ല രീതിയിൽ കൂടുകയാണെങ്കിൽ അധിക ദൂരം ഈ സിഗ്നലുകൾ സഞ്ചരിക്കില്ല. രണ്ടാമതും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് ഇതിൽ കൊടുക്കുന്ന എക്സ്റ്റേണൽ ആന്റിന. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആന്റിന ഉണ്ടെങ്കിൽ മാത്രമേ ഈ റേഡിയോ സിഗ്നൽ സഞ്ചരിക്കുകയുള്ളൂ. കുറച്ചും കൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആന്റിന പെർഫെക്റ്റ് ആയിരുന്നാൽ മാത്രമേ ഈ റേഡിയോ ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള സിഗ്നലുകൾ ഈ ആന്റിനയിലൂടെ അന്തരീക്ഷത്തിലേക്ക് റേഡിയേറ്റ് ചെയ്ത് പോകത്തുള്ളൂ. വെറുതെ ഒരു വയർ വലിച്ചു കെട്ടി കൊടുത്താൽ റിസീവിങ്ങിന് നല്ല ആന്റിനയായിട്ട് ഉപയോഗിക്കാമെങ്കിലും ട്രാൻസ്മിറ്ററിന് ഇങ്ങനെ പറ്റത്തില്ല. ഇതിന്റെ ആന്റിന എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇന്നത്തെ റേഡിയോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.